സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ചത്. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനകൾ ഇടഞ്ഞു. ആനകൾ ജനങ്ങളുടെ ഇടയിലേക്ക് പാഞ്ഞു വരികയായിരുന്നു. ഇതിലാണിപ്പോൾ 3 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 സ്ത്രീകൾ ഇതിൽ ഉൾപ്പെടുന്നു. ലീല, അമ്മുക്കുട്ടി എന്നീ 2 പേർ, പിന്നെ രാജൻ എന്നൊരാളും മരിച്ചു. സമീപത്ത് തന്നെയുള്ള കുറുവങ്ങാട് എന്ന സ്ഥലത്താണ് ഈ സംഭവം. മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ആനകൾ ഇടഞ്ഞത്. 2 ആനകളാണ് ഇടഞ്ഞത്. ആനകൾ കൊമ്പുകോർത്തു. പിന്നീട് ജനങ്ങൾക്കിടയിലേക്ക് ആനകൾ ഓടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അതിനിടയ്ക്ക് ക്ഷേത്രത്തിന്റെ കെട്ടിടവും തകർത്തിട്ടുണ്ട്. ഈ 2 ആനകളും 35ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 18 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. 5 പേരുടെ നില ഗുരുതരം എന്ന റിപ്പോർട്ടുകളും വരികയാണ്. മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. കിരൺ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, എങ്ങനെ ഈ സംഭവം ഉണ്ടായി? ഇപ്പോൾ എങ്ങനെയാണ് ആനകളെ തളച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആനകളെ ഇപ്പോൾ തൽക്കാലം തളച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ അപകടമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20ലധികം പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. അതിൽ 2 ആനകൾ പരസ്പരം, ഒരു ആന മറ്റൊരു ആനയെ ആക്രമിക്കുകയായിരുന്നു ആദ്യം. പിന്നീട് 2 ആനകൾ തമ്മിലുള്ള പരസ്പരം ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ആനകൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ഓടി. ഇതിനിടയിൽ കിരണിലേക്ക് വരാം. ഇപ്പോൾ ബിന്ദു കൗൺസിലറാണ്, ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ബിന്ദു, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ, ഒന്ന് പറയാമോ? ഇപ്പോഴും ഇവിടെ പോലീസും ചാനലുകാരും ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാനേനെ തട്ടിപ്പോയതാണ്, ഇങ്ങനെ ചെരിഞ്ഞപ്പേ. അതിനുശേഷമാണ് 2ഉം കൂടെ പരസ്പരം ഓടിയതും പ്രശ്നങ്ങൾ ഉണ്ടായതും. എന്താ വെച്ചാൽ എല്ലാ ആളുകളും വരുന്ന ഒരു സമയമായിരുന്നു. സന്ധ്യാസമയം ഒരു 6 മണി കഴിഞ്ഞപ്പേ അമ്പലം നിറയെ ആളുകളുള്ള ഒരു സമയത്താണ് സംഭവം നടന്നത്. അപ്പം ഒരു ബിൽഡിങ് പൊളിച്ച്, അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു എന്താ പറയാ ഒരു ഇതുണ്ട്, അമ്പലത്തോടനുബന്ധിച്ചുള്ള ഒരു കെട്ടിടമുണ്ട്, അത് പൊളിച്ച്. അപ്പൊ അതിന് ആനേന്റെ ആക്രമണത്തിലും പിന്നെ ഈ കെട്ടിടം തകർന്നു വീണതിലും ഇപ്പൊ 3 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഓടി വീണാണോ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്? കെട്ടിടം തകർന്ന് കെട്ടിടം ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതെ, ആനയെ പൊളിച്ചപ്പം അവിടെ ഇത് ശിവേലി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് കുറച്ച് 10-62 വയസ്സുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ ഒരിക്കൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയതുമില്ല. പിന്നെ ആനേന്റെ ആക്രമണം കൊണ്ട് 2ഉം കൂടെ ആയപ്പോഴാണ് സംഭവം ഉണ്ടായത്. എത്ര സമയത്തോളം ഈ ആനകൾ ഓടി അവിടെ? ഈ തളയ്ക്കാൻ എത്ര സമയം? ഒരു 3/4 മണിക്കൂറോളം ഒരു പരിഭ്രാന്തി പകർത്തിയിട്ടുണ്ട് ഇവിടെ ഈ മുഴുവൻ. അതിനുശേഷമാണ് തളയ്ക്കാൻ പറ്റിയത്. 2 ആന 2 ഭാഗത്തേക്കായിട്ട് ഓടിയൊക്കെ. കൊയിലാണ്ടിയിൽ നിന്ന് എത്ര ദൂരത്താണ് ഈ കുറുവങ്ങാട് എന്ന സ്ഥലം അല്ലെ? കുറുവങ്ങാട് അല്ലെ? കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ നേരത്തെയും ആന ഇടഞ്ഞിട്ടുള്ളതല്ലേ ഇതിനു മുമ്പുള്ള ഉത്സവത്തിനിടെ? ഇതിനു മുൻപ് ഇവിടെ ആന ഇടഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ടല്ലോ ഈ മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിൽ. ഇല്ലില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പറ്റാണ്. ഇപ്പൊ ഈ അടുത്തിടെ ഒന്നും ആന ഇടഞ്ഞിട്ടില്ല. എത്ര പേർക്ക് പരിക്കുണ്ടാവും? ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ടോ? കുറെ ആളുകൾക്ക് പരിക്കുണ്ട്. ഒരു 10-35 ആളുകൾക്ക് പരിക്കുണ്ട്. കുറച്ച് ആളുകൾ അങ്ങനെ ഗുരുതരാണെന്നൊക്കെയാണ് ഇപ്പൊ കിട്ടിയ അറിവ് ഞങ്ങൾക്ക്. അവിടെ ഉണ്ടായിരുന്നു ബിന്ദു? ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്പലത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ആനകളെ തളയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഓ, പറ്റിയിട്ടുണ്ട്. ശരി. ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ബാലകൃഷ്ണൻ, എന്താണ് സംഭവം എന്ന് പറയാമോ? ഇന്ന് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമാപന ദിവസമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഒരു മടക്കെഴുന്നള്ളത്താണ്. കുറുവങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്ന് മണക്കുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള ഒരു മടക്കെഴുന്നള്ളത്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. സന്ധ്യയോടുകൂടി അങ്ങോട്ട് ആ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആനകളും വാദ്യക്കാരും ഒക്കെ ആയിട്ട് പുറപ്പെടുമായിരുന്നു. മുമ്പിലും പിറകിലൊക്കെ ആയിട്ടാണ് ആനകൾ ഉണ്ടായിരുന്നത്. പിന്നെ മുമ്പിലുള്ള ആ അമ്പലത്തിന് തൊട്ടടുത്ത് സാധാരണഗതിയിൽ വെടിക്കെട്ട് നടത്താത്തൊരു സ്ഥലമുണ്ട്. അവിടെ വെടിക്കെട്ടിന് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ നിന്നാണ് വെടിക്കെട്ട് നടത്തുക. ഇത് ഒരു ആഘോഷ വരവുകാര് ഈ ഉത്സവത്തിന് തൊട്ടപ്പുറത്ത് കുളത്തിനും തൊട്ടപ്പുറത്ത് കരയിൽ നിന്ന്, അതായത് ആനയ്ക്ക് വളരെ അടുത്തുനിന്ന് ഒരു വലിയ വെടിക്കെട്ട് പൊട്ടിച്ചു. വെടിക്കെട്ട് പൊട്ടിച്ചപ്പോ പിറകിലുണ്ടായിരുന്ന ആന ഇടഞ്ഞ് മുമ്പിലുണ്ടായിരുന്ന ആനയെ ഇടിച്ചു, അങ്ങനെ കുത്തിയപ്പോ മുമ്പിലുണ്ടായിരുന്ന ആന നേരെ മുമ്പിലോട്ട് കയറിപ്പോയി. മുമ്പിലോട്ട് തൊട്ട് മുമ്പ് തന്നെ ഓഫീസായിരുന്നു. ഓഫീസിനകത്ത് നിറയെ സ്ത്രീകളും ആളുകളൊക്കെ ഒന്നിച്ചിരുന്ന് പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓഫീസ് ഒന്നിച്ച് തകർന്നു വീണു. അങ്ങനെ ഓഫീസ് ഒന്നിച്ച് തകർന്നു വീണപ്പോൾ അതിനകത്ത് പെട്ടിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. പിന്നെ ആനയുടെ പുറത്തുണ്ടായിരുന്ന നമ്പൂതിരിമാരും അതുപോലൊക്കെയുള്ള കുറെ ആളുകൾ, പിന്നെ ഓട്ടത്തിനിടയിലൊക്കെ പരിക്ക് പറ്റി. അങ്ങനെയാണ് 10-35 പേർക്ക് പരിക്ക് പറ്റിയത്.
3 പേരാണ് ഇപ്പൊ മരിച്ചത്. ഇനിയും ആളുകൾക്ക് സീരിയസ് ആയിട്ട് പരിക്ക് പറ്റിയവരുണ്ട്. എത്ര പേരുണ്ട് ഇപ്പൊ? 35 പേരെന്നുള്ള പറയുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടോ? കാരണം ഈ ആനകൾ ഇല്ല 35 പേരൊക്കെ കാണുള്ളൂ. ഈ ആനകൾ ഓടുന്ന ദൃശ്യം എന്ന് കാണുന്നത് വളരെ പേടിപ്പെടുത്തുന്നതാണ്. ആനകൾ രണ്ട് ആനകളും ആ ഓഫീസിന്റെ അങ്ങോട്ടാണ് ഓടുന്നത്. ഓഫീസാണോ ക്ഷേത്രത്തിന്റെ? ഓഫീസ് അങ്ങ് ആന അങ്ങനെ ഓടും. പിറകിലുണ്ടായിരുന്ന ആന ഇടിച്ചപ്പോ മുമ്പിലത്തെ ആന അങ്ങ് തള്ളി കയറി പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 ആനയും 2 വഴിക്ക് ഓടിപ്പോയി. പക്ഷെ ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് തളച്ചത് അല്ലേ? അതെ അത് 3/4 മണിക്കൂറുകൾ കഴിഞ്ഞാണ് തളയ്ക്കാൻ പറ്റിയത്. ഈ ആ കെട്ടിടത്തിൽ നിന്നുകൊണ്ട് ശീവേലി കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് അവർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അവർക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയത്. കെട്ടിടം ഇടിഞ്ഞു വീണ് പറ്റിയ പരിക്കാണ് ഏറ്റവും കൂടുതൽ പറ്റിയത്. 3-4 വർഷം മുമ്പ് ഇതേ അമ്പലത്തിൽ നിന്ന് ആന രാത്രി ഇടഞ്ഞോടി ഒരു വീട്ടിന് കയറിയ ഉച്ചവരെ വലിയ അവസ്ഥ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ അന്ന് ആർക്കും പരിക്കൊന്നും പറ്റിയിരുന്നില്ല. ഇതേ ക്ഷേത്രത്തിൽ തന്നെ അല്ലേ? മണക്കുളങ്ങര അതേ ക്ഷേത്രത്തിൽ തന്നെ. ഇപ്പൊ അവിടെ കുഴപ്പമില്ല. ഇപ്പോൾ ആനകളെ തളച്ചിട്ടുണ്ട്, മറ്റു പ്രശ്നമൊന്നുമില്ല. തളച്ചിട്ടുണ്ട്. പക്ഷെ 3 പേര് ഇതിനകം മരണപ്പെട്ട് കഴിഞ്ഞു. ശരി ബാലകൃഷ്ണൻ. ഇതാണ് ബാലകൃഷ്ണൻ എന്ന ആളാണ് അവിടെ നിന്ന് കാര്യങ്ങൾ വിവരിച്ചത്. മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലെ ശീവേലിക്കിടെയാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഒരാന മറ്റൊരാനയെ കുത്തുകയായിരുന്നു. അങ്ങനെ 2 ആനകളും ഇടഞ്ഞോടി തൊട്ടടുത്തു തന്നെയുള്ള ക്ഷേത്രത്തിന്റെ ഒരു കെട്ടിടം, ആ കെട്ടിടം തകർത്തു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുറെ ആളുകൾ കുടുങ്ങിപ്പോയി. അവിടെ നിന്നവരാണ് മരിച്ചത് എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞത്. 35 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 5-6 പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ ബാബു, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ ആ ബാലകൃഷ്ണനും അതുപോലെ തന്നെ കൗൺസിലർ ബിന്ദുവും കാര്യങ്ങൾ വിവരിച്ചിരുന്നു. ഇതല്ലേ, ഇതിനപ്പുറം എന്താണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്? ഈ വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ സമയത്ത് വെടിക്കെട്ട് ഉണ്ടായതാണ് ആനകൾക്ക് പ്രകോപന കാരണമെന്നാണ് പ്രാഥമികമായ വിവരം. സാധാരണ സമയങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് നിന്ന് മാറിയായിരുന്നു ഇത്തവണ വെടിക്കെട്ട് നടത്തിയത് എന്നും പറയപ്പെടുന്നു. ഇത് അവിടെ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ്. അതിന്റെ എത്ര ആധികാരികമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. എന്തായാലും 2 ആനകൾ ഇടയാണ് ഉണ്ടായത്. അതിൽ 3 പേർക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. 20-ലധികം പേരാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രികളിലുള്ളത്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ആന ചവിട്ടി അല്ല കൂടുതൽ പേർക്കും പരിക്കേറ്റത്. ആന ഒരു കെട്ടിടം, ഓഫീസ് കെട്ടിടം, ഒരു ആന കുത്തി മറ്റൊരാനെ ഇടിക്കുമ്പോൾ ആ ആന തട്ടിയ ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അത് പഴയ കെട്ടിടമായിരുന്നു എന്ന് തോന്നുന്നു. ആ കെട്ടിടം ഇടിഞ്ഞു വീണ് കെട്ടിടത്തിന്റെ വരാന്തയിലും കെട്ടിടത്തിന്റെ ഉള്ളിലുമൊക്കെ നിരവധി സ്ത്രീകളും പ്രായമായ ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ കെട്ടിടത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ശിവേലി കാണാൻ വേണ്ടി നിൽക്കുന്നത് പ്രായമായ സ്ത്രീകൾ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ കെട്ടിടം ഇടിഞ്ഞു വീണതോടുകൂടിയാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. പീതാംബരൻ, ഗോകുൽ എന്നീ 2 ആനകളാണ് ഇങ്ങനെ ഇടഞ്ഞോടുകയും പരസ്പരം കുത്തുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ആനകളെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ആനകളെ തളയ്ക്കാൻ കഴിഞ്ഞു. മറ്റേത്